ചെറിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന വിചാരിച്ചിരുന്നു, പക്ഷെ ഇത്രത്തോളം ഒരു വൈറലാവും വിവാദങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അത് ഇഴുകി അഭിനയിക്കാതെ എന്താ ഇഴുകി അഭിനയിക്കാതെ രേണു വന്നതുകൊണ്ടും എന്റെ കൂടെ എടുക്കുന്നതുകൊണ്ടും രണ്ടുകൊണ്ടും വിവാദം ഉണ്ടാവാം. അവളെ അഗേൻസ്റ്റ് വന്ന നെഗറ്റീവ് ഓടുകൾ കൂട്ടമായി അവളെ ആക്രമിച്ചു, അവളെ അനുകൂലിക്കുന്ന പോസിറ്റീവ് ഓടുകൾ വന്ന് അവരെ ആക്രമിച്ചു. ആ രണ്ട് പ്രതി ആക്രമണത്തിന് കീഴിൽ വീഡിയോ അടിച്ചു 7 മില്യൺ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് റീൽസ് എടുത്താലും രേണു എടുക്കാൻ ചേട്ടാ, നമുക്ക് ഒരു സമയം കൊച്ചിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പാട്ട് സീനുള്ള സംഗതികൾ മുഴുവൻ ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഔട്ട് വന്ന സമയത്ത് സാധനം നല്ല രീതിയിൽ കത്തി കയറാൻ തുടങ്ങിയ വീഡിയോസ്. അപ്പൊ തന്നെ രേണുവിന്റെ നെഗറ്റീവ് ഓഡിയോകൾ അടിച്ചു കയറി ഇവിടെ വരാൻ തുടങ്ങി. ബിഗ് ബോസ് വിളിച്ചാൽ പോകും. രേണുവിന് പോകാൻ പറ്റിയ നല്ലൊരു മേഖലയാണ് ബിഗ് ബോസ്. ഈ നിളാ നമ്പ്യാരെ രേണുസുതി നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. അതിന്റെ പേരിലാണോ പുളിക്കടവിൽ ഈ ഒളിഞ്ഞു നോട്ടം? അത് ഒളിഞ്ഞു കാണുമ്പം വല്ലാത്തൊരു ഭംഗിയാ. നിള നമ്പീരായിട്ട് വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നോ? റിഗ്രറ്റ് ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. നിളാ നമ്പ്യാർ എന്ന വ്യക്തിക്ക് മോശമായി ഒരിക്കലും മോശം ആളൊന്നല്ല അവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ ഒരിക്കലും ഒരാളെ കുറ്റം പറയുന്നു. നിളാ നമ്പ്യാരുടെ തുടക്കകാലത്ത് ഒരു 2 റീൽസ് അവരെ കൂടെ എടുത്തു. ഞാൻ റീൽസ് മാത്രം അഭിനയിക്കുന്ന ആക്ടറല്ല, സിനിമയിലെ റാണി സിനിമയിൽ എനിക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നു. ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ കാര്യം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ മാർക്കോന്റെ ഒരു വിവാദത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. ദാസേട്ടൻ എന്നെ പഠിപ്പിക്കൂ ഡാൻസ്, അറിയാൻ പാടില്ല. ചങ്കട നമസ്കാരം, ദാസേട്ടനാണ്. അപ്പൊ പൊളിച്ചെടുക്കുക. ഇനി പ്രത്യേകിച്ച് ഒരു ഇൻട്രോയുടെ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ ദാസേട്ടാ? സുഖായിരിക്കുന്നു? സുഖായിരിക്കുന്നു. വെൽക്കം ടു മൂവി വേൾഡ്. താങ്ക് യു. വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണെന്ന് അറിയാം. അതിന്റെ ഇടയിൽ നമ്മൾ പിടിച്ചിരുത്തിയത് കേട്ടോ. KSEB-ലാണ് വർക്ക് ചെയ്യുന്നത്. അത് ദാസേട്ടന്റെ കുറെ ആൾക്കാർക്ക് ഇപ്പോഴാണ് അറിയുന്നത് ദാസേട്ടൻ വർക്കിംഗ് ആണെന്നൊക്കെ. ദാസേട്ടൻ ഇപ്പൊ എന്താ ഫീൽ ചെയ്യണേ? എന്താ പറയാ, കുറെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഹാപ്പി ആയിട്ട് പോവാണ്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ലൈഫ് ഞാൻ പറഞ്ഞു, ഞാൻ ഹാപ്പി കൂടുതലാവാൻ ഹാപ്പി മൂഡാണ്. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ഒരു ചിൽഡ് മൂഡുള്ളൊരു പ്രായമുള്ള ആളെന്നല്ല. പ്രായക്കാരെന്ന് പല ആൾക്കാരും പറയും, പക്ഷെ മനസ്സ് ചെറുപ്പക്കാരനാണ്. മനസ്സ് ചെറുപ്പമാണ്, പ്രായം ഞാൻ പറയുന്നില്ല. ചിൽഡ് മൂഡാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ എല്ലാവർക്കും ഒരു പോസിറ്റീവ്നെസ് നമ്മളെ കൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്പ്രെഡ് ചെയ്യുക. ആ ഒരു ഉദ്ദേശശുദ്ധിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഹാപ്പി ആയിരിക്കുന്നത് വിഷയങ്ങളൊന്നും. ഹാപ്പി ആയിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദാസേട്ടന്റെ ഒരു സപ്പോർട്ടർ എന്ന് പറഞ്ഞ വൈഫാണ്. ഞാൻ ദാസേട്ടനോട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ദാസേട്ടാ ചേച്ചിനെയും കൂടെ നമുക്കൊന്ന് ഇരുത്താൻ പറ്റുമെന്ന് വെച്ചാൽ നൈസായിട്ട് ചേച്ചി അങ്ങ് സ്കിപ്പ് ആയി കളഞ്ഞു. എന്ത് പറ്റി ചേച്ചി? അല്ല, അവർക്ക് സ്കൂളിന്റെ വാർഷികത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ വൈകുന്നേരം സമയത്ത് അവർക്ക് എത്താൻ കഴിയില്ല. 6-6:30 മണിക്കോ. പിന്നെ അവള് പറഞ്ഞ കുഴപ്പമില്ല, ഇനി ഇന്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട് ദാസേട്ടാണ്, അതൊക്കെ പങ്കെടുക്കുക. അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് സ്കിപ്പ് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും പ്രശ്നമല്ല. ദാസേട്ടൻ ഇപ്പൊ കത്തിക്കേറി നിക്കാണ്. എന്താ കാര്യം ദാസേട്ടൻ അറിയാലോ? മൊത്തം എന്താ പറയാ, എന്തൊക്കെയാ ദാസേട്ട വിവാദങ്ങൾ, പ്രശ്നങ്ങൾ? ദാസേട്ടൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു വീഡിയോ അത്രയും ഉദ്ദേശിച്ചില്ല. പക്ഷെ കുറച്ച് ആൾക്കാർ മനസ്സിലാക്കും ചെറിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന വിചാരിച്ചിരുന്നു, പക്ഷെ ഇത്രത്തോളം ഒരു വൈറലാവും വിവാദങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അതിന്റെ ഒരു എന്താ പറയാ, ഒരു എയറിലാണ് ഇപ്പൊ ശരിക്കും നിൽക്കുന്നത്. അതിനൊരു കാരണം രേണുസുതിയാണ്. തീർച്ചയായും രേണുസുതി ഒരു കാരണമാണ്. രേണുസുതിക്ക് അഗേൻസ്റ്റ് വന്ന നെഗറ്റീവ് ഓഡികളൊക്കെ ഈ ഒരു സംഗതി കണ്ട സമയത്ത് ഭയങ്കര കത്തിക്കേറി കൂടുതൽ നെഗറ്റീവായിട്ട് അവരെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കരുതുന്നു. ഈ ദാസേട്ടൻ എങ്ങനെയാ രേണു ചേച്ചി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? രേണുവായിട്ട് എനിക്ക് സുധീനെ എനിക്ക് അത്ര പരിചയമില്ല. പക്ഷെ രേണു അതിന് ശേഷമാണ് സജീവമായിട്ട് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങള് ഫ്രണ്ട്സാണ്, ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഇൻസ്റ്റയിലൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങള് കണ്ടു, സംസാരിച്ചു, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് പുലർത്തുന്ന ആളാണ്. പക്ഷെ അന്ന് ഷൂട്ടിന് അന്നാണ് ഞാൻ രേണു ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം രേണു അന്നാണ്. പിന്നെ ഫോൺ സംസാരിച്ചിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്, അവിടുത്തെ വിശേഷങ്ങൾ അറിയാറുണ്ട്. വീട് വെച്ച് കൊടുത്ത കാര്യം എന്നെ ക്ഷണിച്ചിരുന്നു. എനിക്ക് പോകാൻ പറ്റാത്തതാണ്. അന്ന് ഹൗസ് വാമിംഗ് സമയത്ത് എന്നെ ക്ഷണിച്ചിരുന്നു, അങ്ങനെ പോകാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ നല്ലൊരു സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് രേണു. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്, വൈറൽ വീഡിയോ എടുക്കുന്നത്. അതെ. ഇത് എങ്ങനെയാ നിങ്ങൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്? അതായത് രേണു സെൽഫി മൂഡിൽ വീഡിയോസ് എടുക്കുന്ന കാണുന്നു കുറെ ഇങ്ങനെ വെച്ചിട്ട്. അപ്പം ഞാൻ രേണു ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്ന നമുക്ക് വീഡിയോഗ്രാഫർമാരൊക്കെ കോൺടാക്ട് ചെയ്ത് നല്ല വീഡിയോസ് ഒക്കെ എടുത്തു രേണു. അപ്പം ചേട്ടാ എനിക്ക് ഇങ്ങനെ എടുക്കാനേ അറിയുള്ളൂ. ഞാൻ അതെന്താ നല്ല റീൽസ് ഒക്കെ എടുക്കൂ, ഏതായാലും നമ്മൾ എന്താ പറയാ ഹാപ്പി ആയിരിക്കുന്നതാണ് എല്ലാവരും കാണുന്നത്. നീ ഹാപ്പി ആയിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം, എന്നെ പോലത്തെ ആൾക്കാർക്ക് നീ ഹാപ്പി ആയിരിക്കുന്ന ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് റീൽസ് എടുത്താലും രേണു എടുക്കാം ചേട്ടാ, നമുക്ക് ഒരു സമയം കൊച്ചിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഡിബിൻ രമണൻ
ക്യാമറാമാൻ എൻ്റെ ഫ്രണ്ടാണ്. അവൻ നല്ല അടിപൊളിയായിട്ട് അവൻ്റെ ഔട്ട് സൂപ്പറാണ്. അപ്പോൾ അവനെ കോൺടാക്ട് ചെയ്ത് അപ്പോൾ അവന് സന്തോഷമായി രേണു വരുന്ന സമയത്ത്. അപ്പോൾ രേണു നമുക്ക് എടുക്കാം. അങ്ങനെ ഞാനും രേണു ഇവനും കൂടി ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു. ഇങ്ങനെ വൈപ്പിൻ ബീച്ചിൽ വെച്ച് ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓഫീസിലേക്ക് രാവിലെ വരുന്ന സമയത്ത് FM-ൽ ഈ പാട്ട് കേട്ടു, ചാന്തുപൊട്ടിലെ പാട്ട് ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് ഒരു മനസ്സ് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത, ഇത് നല്ല അടിപൊളി സോങ് ആണല്ലോ, ആരും ചെയ്യാത്ത ഒരു സോങ് ആണ്, സോഷ്യൽ മീഡിയയിൽ ആരും ചെയ്ത് കാണാറില്ല. അപ്പൊ ഇതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത പാട്ട്, ആ ഒരു ദിലീപേട്ടനും ഗോപികേനും കൂടി ഉള്ള ആ സീനൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു നോക്കുമ്പോൾ നല്ല അടിപൊളി. എന്താ വെച്ചാല് ആ ഒരു സിറ്റുവേഷന് പറ്റിയ അടിപൊളി അല്ലെ. ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ആ വ്യക്തി ഒരു യഥാർത്ഥ ശ്രൈണഭാവമല്ല, ശരിക്കും ഒരു ആൺകുട്ടീന്റെ പ്രകൃതം തന്നെയാണെന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു സോങ് ആണത്. ആ സോങ്ങിന് ശേഷമാണ് ആ സിനിമയുടെ ഒരു ചേഞ്ച് വരുന്നത്. അപ്പൊ എനിക്ക് ഈ സോങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗോപികേന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ രേണു ചെയ്താൽ നന്നായിരിക്കും എനിക്ക് തോന്നി. അപ്പൊ ഈ രേണുവിന് സജസ്റ്റ് ചെയ്ത് ചെയ്താണെന്ന് ആ ചെയ്യാൻ ചേട്ടാ അതിന് കുഴപ്പമൊന്നുമില്ല, ക്യാമറമാൻ ഓക്കെ. അങ്ങനെ ഞാനാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്, ഞാനാണ്, അവർക്ക് രണ്ടുപേർക്കും ഓക്കെ. അങ്ങനെയാണ് തീരുമാനിച്ച് ചെയ്തത്. അതിനകത്ത് എന്തെങ്കിലും വേഷങ്ങൾ മാറണം എന്നുള്ള രീതിയിലേക്ക് എന്തെങ്കിലും തോട്ട് പോയിട്ടുണ്ട്? കാരണം ചാന്തുപൊട്ടം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ദിലീപേട്ടൻ ഒരു സ്ത്രൈണത ഉള്ള ഒരു കഥാപാത്രമായിരുന്നു. ദാസേട്ടന് ആ ഒരു ഗെറ്റപ്പിലല്ല വരുന്നതൊന്നും, ഒരു എന്താ പറയുക, ദാസേട്ടനായിട്ട് തന്നെ നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയായിരുന്നു ചേഞ്ചും കാര്യങ്ങളും? അത് സിനിമയുടെ പോലെ ഒരു ഫീൽ പിടിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. നാളെ ചാന്തുപൊട്ട് ദാസേട്ടൻ ആൾക്കാർ എന്തിനാ, അതുകൊണ്ട് ഞാൻ നല്ല അല്ല, അതുകൊണ്ടല്ല, എനിക്ക് അങ്ങനെ ഞാനൊരു ഹീറോയിസ് അല്ല, ഒരു വില്ലൻ വേഷങ്ങൾ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് സിനിമയിൽ. അങ്ങനെ ഒരു മനസ്സിലാ ഇത് സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ ആവാൻ കഴിയില്ല. എനിക്കാവാൻ കഴിയില്ല കേട്ടോ, ഞാൻ അവരെ കുറ്റം പറയില്ല, എനിക്ക് അവനെ ഒരിക്കലും കഴിയില്ല. പിന്നെ അത് ഫ്ലോപ്പ് ആയി പോകും. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ ദാസേട്ടൻ കോഴിക്കോട് എന്താണോ അതവിടെ ഒരു ജുബ്ബ ഇട്ടു, ഒരു മുണ്ടെടുത്തു. രേണു എനിക്ക് തോന്നുന്നു ഗോപികയുടെ സെയിം കോസ്റ്റ്യൂം രേണു ഇട്ടത്. അവളാണ് ഓക്കെ എന്ന് പറഞ്ഞു, മുടിയെ കെട്ടി ഓക്കെ. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഈ പാട്ട് സീനുള്ള സംഗതിയിൽ മുഴുവൻ ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. ആണോ? ഇനിയുണ്ട്? അല്ല, സംഗതിന് മുഴുവൻ ഷൂട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് അല്ലേ. നോർമൽ കാര്യങ്ങൾ ചെയ്തു, ഒന്ന് രണ്ട്. പക്ഷേ നോർമൽ കാര്യങ്ങളായിട്ടല്ല ബാക്കിയുള്ളവർ എടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയാം, ദാസേട്ടൻ അറിയാം എന്തുകൊണ്ടാണ് അവരങ്ങനെ എടുത്തതെന്നുള്ളത്. ദാസേട്ടൻ എന്താ ഫീൽ ചെയ്യണത്? രേണു ചേച്ചി ആയതുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ ഭയങ്കരമായിട്ട് അതിനെ വലിച്ചു കീറിയതെന്ന് തോന്നുന്നുണ്ടോ? 100%. എന്താ കാരണം വെച്ചാൽ രേണു എന്റെ കൂടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വിവാദം പ്രതീക്ഷിച്ചതാ. ഞാൻ പറഞ്ഞല്ലോ, എത്രമാത്രം പ്രതീക്ഷിച്ചിട്ടില്ല. എന്താ വെച്ചാല് ഒരാളെ കൂടെ പുറമെ ഒരാളെ കൂടെ വീഡിയോ എടുക്കുക ആദ്യമായിട്ട്, അവരുടെ അക്കൗണ്ടിൽ ഒരു വീഡിയോസ് പോലും ഒരാളെ കൂടെ ഇല്ല. പ്രത്യേകിച്ച് എന്റെ കൂടെ എടുക്കുമ്പോൾ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാവും. രേണു വന്നതുകൊണ്ടും എന്റെ കൂടെ എടുക്കുന്നതുകൊണ്ടും രണ്ടുകൊണ്ടും വിവാദം ഉണ്ടാവാം. എന്നെ സംബന്ധിച്ച് ഞാനൊന്നൊരു ഇന്റർവ്യൂവിന് പറഞ്ഞതാ, ലാലേട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിക്കുന്ന ലാലേട്ടൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീൽസിൽ ലേഡീസിനോട് ചെയ്ത ആളാവാൻ എന്നെ പറ്റി ആൾക്കാർ പറയുന്നത്. അതിനെ പറ്റി ഇതിനു മുമ്പ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞതാ. രേണുവിനെ പോലത്തെ ഒരു സെലിബ്രിറ്റി എന്റെ കൂടെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് അതിന് കുറച്ചും കൂടി ഒരു വിവാദം ഉണ്ടാവും എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഔട്ട് വന്ന സമയത്ത് സാധനം നല്ല രീതിയിൽ കത്തി കയറാൻ തുടങ്ങിയ വീഡിയോസ്. അപ്പൊ തന്നെ രേണുവിന്റെ നെഗറ്റീവ് ഓഡിയോകൾ അടിച്ചു കയറി ഇവിടെ വരാൻ തുടങ്ങി. അപ്പൊ കണ്ടമാനം എന്തൊക്കെയോ മെസ്സേജുകൾ ആ കുട്ടിക്കെതിരെ എടുക്കും. ഞാൻ ഇത്ര സുധിയേട്ടന്റെ മണമുള്ള സ്പ്രേ ഉണ്ട്, ഒരാളെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്ന ഒരു മാക്സിമൈസ് ഉണ്ട്, മനസ്സിലായി. എന്നിട്ട് അവള് തളർന്നില്ല.